വിശ് വിശ്വസിക്കുക, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. നമ്മൾ വിശ്വസിക്കുക, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 9:23 നമുക്ക് വായിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, ദൈവത്തിന് മഹത്വം. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കർത്താവിന്റെ വചനമാണ്. കർത്താവ് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ കോണ്ടസ്റ്റ് അറിയാം. ഇവിടെ യേശുവിന്റെ അടുത്ത് ഒരു പിതാവ് ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അപ്പം ആ പിതാവിനോട് ചോദിക്കുകയാണ്, യേശുവിന്റെ ശിഷ്യന്മാർക്ക് കുട്ടിയെ ദുരാത്മാവിൽ നിന്ന് വിടുവിക്കാൻ കഴിഞ്ഞില്ല. ആ കോണ്ടസ്റ്റില് യേശു കടന്നു വരുന്നു, പിതാവിനോട് ചോദിക്കുന്നു, വിശ്വസിക്കുക, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. നമുക്കറിയാം, ശിഷ്യന്മാർക്ക് ആ കുട്ടിയെ വിടുവിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ വിശ്വസിക്കുകയും ആ കുട്ടിയെ വിടുവിക്കുകയും കാണാൻ സാധിക്കുക. കർത്താവിന്റെ ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക്, ആ പിതാവിന് വിശ്വസിക്കുകയും ആ കുട്ടി വിടുവിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാനും ആ കുട്ടി വിടുവിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുവാനും കഴിയുമോ? കുട്ടി വിടുവിക്കപ്പെടുമെന്ന് വിശ്വസിക്കാനും പ്രതീക്ഷിക്കുവാനും കഴിയുമോ? ആ ക്വസ്റ്റ്യൻസ് ആണ് ആ പിതാവിനോട് ചോദിച്ചത്. അപ്പം വിശ്വസിക്കുക, കാണുക. ആ എക്സ്പെക്ടേഷനിൽ നമ്മളായിരിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ കണ്ടീഷനും നമ്മൾ നോക്കിക്കഴിയുമ്പോഴുള്ള ആ സർക്കംസ്റ്റൻസും നമ്മൾ നോക്കി അതിൻ്റെ മധ്യത്തിൽ നമ്മൾക്ക് പറയാൻ സാധിക്കുമോ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കാണുന്നു കുട്ടി വിടുവിക്കപ്പെടുന്നതിനായിട്ട്. അപ്പം നിങ്ങളോട് എന്നോടുമുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് വിശ്വസിക്കാനും അവൻ്റെ വചനത്തെ അടിസ്ഥാനമാക്കി ഫലം കാണാൻ കഴിയുമോ? വിശ്വസിച്ച് കാണുക. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് കാണുക. ആ ഒരു എക്സ്പെക്ടേഷനോടെ, ആ ഒരു ദാഹത്തോടെ, ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഉൾക്കാഴ്ചയോടെ, ആ ഒരു വിശപ്പോടെ നമുക്കായിരിക്കാം. കാരണം ദൈവവചനം എപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്നു. ആ ദൈവവചനം നമ്മളെ വിടുവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ആ പ്രതീക്ഷയിലാകുക. അപ്പം എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അവൻ്റെ വചനത്തെ അടിസ്ഥാനമാക്കി ഫലം കാണാൻ കഴിയുമോ? അപ്പം ജീവിതത്തിലുടനീളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവിടെ എന്താണ് വചനം പറയുന്നത്, അത് വിശ്വസിച്ച് അതിൽ നിന്ന് വിടുതൽ എടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. നമ്മൾ ദൈവരാജ്യത്തിലാണ്. നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ ആദ്യം വിശ്വസിക്കുകയും ഭാവി കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നു. നമ്മൾ ദൈവരാജ്യത്തിലായതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലും അവൻ്റെ വാക്തത്വങ്ങളിലും വിശ്വസിക്കുന്നത് വഴി നമ്മുടെ ഭാവി രൂപപ്പെടുത്തുകയാണ്. നമ്മൾ ഭാവിയിൽ എങ്ങനെയാണ് വിജയം കാണുന്നത്? ഈ വർഷം ഞാൻ യൂത്തിനോടും എല്ലാവരോടും പറഞ്ഞു, ഈ വർഷം നമ്മൾ വിശ്വാസത്താൽ ഒരു വിജയ വർഷമായിട്ട് നമ്മളാണ് പ്രഖ്യാപിക്കുന്നത്. ദൈവസന്നിധിയിൽ ഈ വർഷം വിശ്വാസത്താൽ ഞങ്ങൾ ഒരു വിജയ വർഷമായി യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. ഈ വർഷം നമ്മൾ വിടുതലും വിജയവും കാണുവാൻ പോകുന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്നുകൊണ്ട്, ദൈവം അനവധി പേരെ എഗ്രി ചെയ്യാൻ വിളിക്കുന്നില്ല, എത്ര പേർക്ക് ദൈവം സന്നിധിയിൽ 2 പേർ ഐക്യപ്പെട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവം ആ കാര്യങ്ങൾ ചെയ്തെടുക്കും? എത്ര പേർക്ക് എന്നോടൊപ്പം ആമേൻ പറയാൻ കഴിയും? ഈ വർഷം വിടുതലിൻ്റെയും വിജയത്തിൻ്റെയും ഒരു വർഷമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് സർവശക്തനായ ദൈവം അതിൽ കൂടി ഒരു മഹത്വം എടുക്കട്ടെ. ഞാൻ യൂത്തിനോടും പറഞ്ഞു, നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ നമ്മളവിടെ കാണാറുണ്ട്. അപ്പം ആര് ദൈവത്തെ വിശ്വസിച്ചു,
ആ വിശ്വാസത്തിൽ ആര് ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടോ അവരെല്ലാം വിടുതൽ പ്രാപിച്ചു. പഴയ നിയമത്തിലെ ഏതാനും വാക്യങ്ങൾ നമ്മൾ വായിച്ച് നമുക്കായിരിക്കാം. ഡിട്രോണമി ചാപ്റ്റർ 1 വേഴ്സ് 22. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാറെ നിങ്ങൾ എല്ലാവരും അടുത്തു വന്ന് നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കുക. അവർ ദേശം ഉറ്റുനോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പം മൂപ്പന്മാരെല്ലാം കടന്നു വന്ന് മോശയോട് ഒരു അപേക്ഷ ചെയ്യുകയാണ്. ആ അപേക്ഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ അപേക്ഷ കേട്ടു. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 1-2 നമുക്ക് വായിക്കാം. യഹോവ പിന്നെ മോശയോട് അരുളിച്ചെയ്ത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെ ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. ദൈവം മോശയോട് പറഞ്ഞു, അയക്കുക, ഇവരെ അയക്കുക. 12 പേരെ ദൈവം അയക്കാൻ കൽപ്പിച്ചു. അങ്ങനെ വിട്ടു. 40 ദിവസത്തിന് ശേഷം അവർ തിരിച്ചെത്തി. എന്നാൽ 10 പേര് വിശ്വാസമില്ലാതെ ഒരു വിപരീത റിപ്പോർട്ട് നൽകി. അവര് ഇസ്രായേലിനെ ഭയപ്പെടുത്തി. പക്ഷെ ജോഷുവയും കാലേബും മാത്രമാണ് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം തങ്ങൾക്ക് നൽകുമെന്ന് വിശ്വസിച്ചത്. അവരാ വിശ്വാസത്തിൽ കണ്ടു, ദൈവം അത് ഞങ്ങളോട് കൽപ്പിച്ചെങ്കിൽ ദൈവം അത് ചെയ്തെടുക്കും. 10 പേർ അവര് ഒരു വിപരീത റിപ്പോർട്ട്, വിശ്വാസമില്ലാത്ത ഒരു വിപരീത റിപ്പോർട്ടുമായിട്ട് എത്തി, ഇസ്രായേലിനെ ഭയപ്പെടുത്തി. ഞാൻ ഓർക്കുകയാണ്, 12 പേരെ വിട്ടു, 2 പേർ മാത്രമാണ് അവിടെ വന്നത്. ഒരു മൈനോറിറ്റി, ഒരു 16-17%. അപ്പം നമുക്ക് അനവധി പേരുടെ അപ്രൂവൽ ഒന്നും വേണ്ട. ദൈവം 2 പേരുടെ അപ്രൂവലാല് ദൈവം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സമയം കടന്നു പോകുന്നു. നിങ്ങൾ വായിച്ചതിൻ്റെ മർമ്മം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം വിശ്വാസത്താൽ കാലേബും ജോഷുവായും അത് കണ്ടു. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം തങ്ങൾക്ക് നൽകുമെന്ന് അവർ വിശ്വസിച്ച് കണ്ടു. ഭാവിയിൽ അവർ ആ വിജയം കാണുകയും ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം അതിനോടനുബന്ധിച്ച് നമുക്ക് കാണാം, അതിൻ്റെ സെയിം സംഖ്യാപുസ്തകം 13-30 നമുക്ക് വായിക്കാം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ കാലേബും ജോഷുവയും ഒരുമനപ്പെട്ട് എഗ്രി ചെയ്ത് ഒരു തീരുമാനമെടുത്ത് അവരെ നിശബ്ദമാക്കി. അതിൻ്റെ 31 ദൈവമക്കളെ നിങ്ങൾ വായിക്കണം. അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് നമുക്ക് കാണാം. അവർ കണ്ടതാണ് കൊണ്ടുവന്ന റിപ്പോർട്ട്. ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് വിശ്വാസമില്ലായ്മയും ഡൗട്ടും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. പക്ഷെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ, അത് ഹോൾഡ് ചെയ്യുമ്പോൾ, അത് ഫെയ്ത്തായിട്ട് അത് പരിണാമം പ്രാപിക്കും. കാലേബിൻ്റെയും ജോഷുവയുടെയും മനസ്സിൽ ദൈവം കൽപ്പിച്ചു, ദൈവവചനം കേട്ടു, അത് ഹോൾഡ് ചെയ്തു. ദൈവം അങ്ങനെ ചെയ്യുമെന്നും വിടുവിക്കുമെന്നും അവർ ഹൃദയത്തിൽ ഉറച്ചു. ദൈവം അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് യൂത്തിനോടും പറഞ്ഞു, എന്തുമാത്രം നിങ്ങൾ വചനത്തിൽ 1 തൊട്ട് 10 വരെ നോക്കിക്കഴിയുമ്പോൾ അത് 10ആയിട്ട് കർത്താവെ, പരിശുദ്ധാത്മായ വചനം ക്രിയ ചെയ്യുവാൻ എൻ്റെ ഹൃദയത്തെ സഹായിക്കണമേ. അതായിരിക്കട്ടെ ആ ജോഷുവയുടെയും കാലേബിൻ്റെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അവർ കേട്ട് അതൊരു പ്രവൃത്തിയായിട്ട് മാറ്റി. അപ്പോൾ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 10:17, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 17:17. റോമാലേഖനം 10:17
മത്തായി സുവിശേഷം 17:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ദൈവത്തിന് മഹത്വം. അപ്പം നമ്മൾ എന്തുമാത്രം നമ്മൾ വചനത്തിലായിരിക്കണമെന്ന് ഇവിടെ പൗലോസ്ലിയ ഇവിടെ പറയുകയാണ്. വചനം കേൾവിയാൽ, അതായത് നമ്മൾ വചനം കേട്ട് കഴിയുമ്പോഴാണ് അത് വിശ്വാസമായിട്ട് പരിണാമം ചെയ്യുന്നത്. അപ്പം ജോഷുവയുടെയും കാലവൻ്റെയും ജീവിതത്തിൽ അവർ കേട്ടു, അത് ഹോൾഡ് ചെയ്തു, അത് ആ വിശ്വാസം അത് സബ്സ്റ്റൻസ് കൊണ്ടുവന്നു. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ദൈവമാണ്. ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ദ ഫെയ്ത്ത് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ബ്രിങ് ദ സബ്സ്റ്റൻസ്. എത്രമാത്രം നമ്മൾ കടന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ എല്ലാ സോഴ്സ് ദൈവമാണ്. ദ വേർഡ് ഓഫ് ഗാഡ് ബ്രിങ് ഫെയ്ത്ത് ആൻഡ് then the next step, I'm going to see the Holy Spirit is going to bring the substance. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തലമുറയിലായിരിക്കുന്നു. അപ്പം കർത്താവ് തന്നെ പറയുകയുണ്ടായി, മത്തായിയുടെ സുവിശേഷം 17:17. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരും എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, ശിഷ്യന്മാർക്ക് ആ കുട്ടിയെ വിടുവിക്കാൻ സാധിച്ചില്ല. കർത്താവ് കടന്നു വന്നു, പിതാവിനോട് ചോദിച്ചു, വിശ്വസിച്ചാൽ അത്ഭുത പ്രവൃത്തി കാണും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വാണിംഗ് ആയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം വചനത്തിലായിരിക്കുന്നു, നമ്മൾ വചനത്തിൽ എന്തുമാത്രം നമ്മുടെ വിശ്വാസം നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നു. ആ വചനം കേൾവിയാൽ, ആ വിശ്വാസം കേൾവിയാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, എല്ലാ ദിവസവും, ഏത് നേരത്തും, ഏത് മിനിറ്റിലും, ഏത് അവറിലും, ഏത് ദിവസങ്ങളും എല്ലാം കടന്നു വരട്ടെ. ജോഷുവയുടെ ജീവിതത്തിൽ വചനം മെഡിറ്റേറ്റ് ചെയ്തു, അതും പ്രകാരം ജീവിതത്തിലേക്ക് അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. അപ്പം അതായിരിക്കട്ടെ, അത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായട്ടെ. കർത്താവെ, നിങ്ങളെ പൂർണ്ണമായിട്ട് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, വചനം കേൾവിയാൽ വരുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾവിയാൽ നിന്റെ വചനം ഏറ്റെടുക്കുമ്പോൾ അത് ഹൃദയത്തിലൊരു പരിണാമമായിട്ട് പ്രവൃത്തി എടുത്ത് അത് കാണുവാൻ തക്കവണ്ണം നീ ഇടയാക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഈ വർഷം അങ്ങനെ ആയിരിക്കട്ടെ. വിശ്വാസം ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഈ വർഷം ഒരു വിടുതലിൻ്റെ വർഷമായിട്ട് മാറട്ടെ. അത് ജോഷുവായും കാലബും കണ്ടതുപോലെ ഞങ്ങളും കാണുന്നു. ഈ വാക്കുകൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.